പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്ന വാഗ്ദത്ത വചനഭാഗം എന്ന് പറയുന്നത് ദൈവം നമ്മളോട് പറയുന്ന വലിയൊരു വാഗ്ദാനമാണ്. ദൈവം ആരാണെന്ന്. ദൈവം പറയാ, ദൈവം നിത്യ ഹരിത മരം പോലെയാണെന്ന്. നിത്യം ഹരിതമായി പച്ചപ്പോടുകൂടി, അത് മാത്രമല്ല എല്ലാം തരുന്ന, അവസാനം വരെ ചേർത്ത് വയ്ക്കുന്ന, നമ്മുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വന്ന് എല്ലാം തരുന്ന ഒരു ദൈവം. ഈ പ്രഭാതത്തില് അങ്ങനെ ഒരു വാഗ്ദാനമാണ് ഈശോ തരുന്നത്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: എഫ്രായിം, വിഗ്രഹങ്ങളുമായി നിനക്കെന്ത് ബന്ധം? നിനക്ക് ഉത്തരമരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ്. നിത്യ ഹരിത സരള മരം പോലെയാണ് ഞാൻ. നിനക്ക് ഫലം തരുന്നത് ഞാനാണ്. പക്ഷേ തമ്പുരാൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കണം. ദൈവജനം വിഗ്രഹാരാധനയിലേക്കും പാപത്തിലേക്കും പോയപ്പോൾ ആ ഒരു അവസ്ഥ അവർ തിരിച്ചറിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ, മാനസാന്തപ്പെട്ടപ്പോൾ, ദൈവത്തിലേക്ക് വന്നപ്പോഴാണ് ദൈവം പറയുന്നത്, നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എന്നാൽ നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ നിത്യഹരിത മരം പോലെ നിത്യമായി എന്നും നിങ്ങൾക്ക് ആവശ്യമായി തരുന്ന ഒരു സാധ്യതയിലപ്പുറമായിട്ടും ഒരു ഉറവയാണെന്നാണ് ദൈവം പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവജനം ഉടമ്പടിയോടും ഉടമ്പടിയിലുള്ള അവസ്ഥയിൽ നിന്നും സ്നേഹത്തിലേക്കും വിശ്വസ്തയിലേക്കും ജനങ്ങള് തിരിച്ചു വന്നപ്പോഴാണ് ദൈവം തന്നെ പറഞ്ഞത്, തഴച്ചു വളരുന്ന പച്ച സൈപ്രസ് മരം പോലെയാണെന്ന്. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മറക്കരുത്, ഞാൻ എൻ്റെ ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്നെന്നും തഴച്ചു വളരുന്ന, ഫലം തരുന്ന ആ ഒരു സൈപ്രസ് മരം പോലെ, സരള മരം പോലെയുള്ള എൻ്റെ കർത്താവുള്ളപ്പോൾ ഞാൻ എന്തിന് മറ്റ് സ്ഥലത്തേക്ക്, മറ്റവസ്ഥയിലേക്ക് ഞാൻ മാറിപ്പോണു? യഥാർത്ഥ സരള മരം മറന്നിട്ട് ഫലം നൽകാത്ത മരത്തിലേക്ക് പോകരുതെന്നുള്ള കാര്യമാണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. എങ്കിൽ പ്രിയമുള്ളവരെ, ദൈവജനത്തോട് പറഞ്ഞ അതേ വചനം നമ്മോടും പറയുന്നു. ദൈവം നമ്മളെ ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നു, എന്നെന്നും ഫലം നൽകുന്ന സരള മരമായ എന്നിലേക്ക് നീ വരികയും എന്നെന്നും ഫലം നൽകുന്ന ഒരു വൃക്ഷമായി നിന്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന്. പ്രിയമുള്ളവരെ, എങ്കിൽ നമ്മുടെ പാപങ്ങളെല്ലാം മനസ്സിലാക്കി ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ദൈവമാകുന്ന സരള മരം എനിക്കെല്ലാം തന്നെ എന്നെ അനുഗ്രഹിക്കും. എങ്കിൽ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചോളൂ. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യവും അനുഗ്രഹവും സംരക്ഷണവും എല്ലാം എന്നെന്നും നിലനിൽക്കുന്ന ഈ സംരക്ഷണമെല്ലാം അനുഭവിച്ച് ജീവിക്കാൻ നമ്മെ സഹായിക്കട്ടെ. അച്ഛനെ ശരാശിവാൻ തരാം. നമ്മുടെ കർത്താവായ ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, മറക്കരുത്, നമ്മുടെ ദൈവം നിത്യം ഫലം നൽകുന്ന സരളമരമാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിന്റെ സുവിശേഷ വേലയിൽ നമുക്കും പങ്കാളികളാകാം.